സോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ദ ഓൾ ന്യൂ 2024 കവാസാക്കി നിഞ്ച ZX 10. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ലുക്സിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തൊരു പ്യൂഗിൻ്റെ ഒരു ബബിൾ വൈസർ വെച്ചിട്ടുണ്ട്. ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറിയാണ്. നോർമൽ വരുന്ന വൈസർ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു ഹൈറ്റേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ആ ടക്കിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിക്കുമ്പോൾ ആ വിൻഫ്ലോ കാര്യങ്ങളൊക്കെ ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ. ഈ ഡിസൈൻ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ വണ്ടി കണ്ട് നമുക്ക് ഈ ഡിസൈനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നും. എനിക്ക് പേഴ്സണലി പഴയ മോഡൽ, അതായത് പഴയ ആ ഷേപ്പായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഇത് കൊള്ളാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. ഒരു രക്ഷയില്ലാത്ത ഹെഡ്ലൈറ്റാണ്. പ്രൊജക്ടർസാണ് വരുന്നത്. അത് നമുക്ക് രണ്ട് സൈഡിലും ഇപ്പോൾ ഡിമ്മിടുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ലൈറ്റ് വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വെട്ടമാണ് ഇതിൽ നിന്ന് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ റാമയർ ഇൻടേക്ക് വരുന്നത്. പിന്നെ അതേ ഒരു ഇൻ്റഗ്രേറ്റഡ് പോലെ ഇരിക്കുന്ന വിംഗ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിറർ, ആക്ച്വലി ഈ മിറർ നമ്മുടെ ഇതിൻ്റെ ഒരുപാട് ഈ ഒരു മോഡൽ ഡിസൈനിൻ്റെ ഒരുപാട് മിറേഴ്സ് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 650 ഇരിക്കുന്നതും ഇതേ ഡിസൈനുള്ള മിററാണ്. ആക്ച്വലി ഇതാണ് അതിൻ്റെ ഒറിജിനൽ മിറർ. ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ മിററിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർവിഷനും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 120 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്, ബാക്കിൽ 190 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. പിന്നെ 330 mm കാലിപ്പേഴ്സാണ് വരുന്നത്. നമുക്ക് ഡ്യുവൽ ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോവയുടെ BFF സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രംബോൻ്റെ M50 കാലിപ്പേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ അല്ല, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് മുകളിൽ നമുക്ക് പ്രീലോഡ് കാര്യങ്ങൾ എല്ലാം രണ്ട് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് റീബൗണ്ടും സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ബാലൻസ് ഫ്രീ ഫോക്സ്. പിന്നെ അതുപോലെ നമുക്കിത് ഒരു റെട്രോ ക്രോസിൻ്റെ ഒരു ഫോക്സ് റൈഡർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ആക്സസറി ആയിട്ട് നമ്മൾ വെച്ചിരുന്നത് ഇവോടെക്കിൻ്റെ ഒരു റേഡിയേറ്റർ ഗാർഡും വെച്ചിട്ടുണ്ട്. പിന്നെ ദ മെയിൻ തിങ്, എൻജിൻ. ഇത് 998cc ഇൻലൈൻ 4 ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതായത് ഏകദേശം ഒരു 203 HP ആണ് ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 115 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാരക സാധനമാണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. ഞാനിതിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. ഭയങ്കര ബട്ടർ സ്മൂത്താണ് വണ്ടി. അതുപോലെ തന്നെ ഈ എക്സോസ്റ്റ് വരുന്നത്, ഇതിപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റാണ്, ടൈറ്റാനിയം എക്സോസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇത് ഡീക്യാറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വണ്ടി ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ ഡീക്യാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി സൗണ്ട് വന്നത്. 17 ലിറ്ററിൻ്റെ ഒരു വലിയൊരു ടാങ്കാണ് വരുന്നത്. പിന്നെ അതുപോലെ 835 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ 135 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ 1450 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. പിന്നെ വണ്ടി സിംഗിൾ സീറ്റാണ്. ഇത് സിംഗിൾ സീറ്റാണ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പില്യൻ വെക്കാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെയാണ് ഈ വരുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാം ഈ വണ്ടിയിൽ. പിന്നെ അതുപോലെ നമ്മൾ റെട്രോ ക്രോസിൻ്റെ ഒരു ഫ്രെയിം സ്ലൈഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ TFT ഡിസ്പ്ലേ ആണ്. അതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. കവാസാക്കിയുടെ ലോഗോ കാര്യങ്ങളെല്ലാം വരും. ഇപ്പോൾ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതാണ് സ്വിച്ച് കൺട്രോൾസ് വരുന്നത്. അതായത് നമുക്ക് മോഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. പിന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് കേട്ടോ ഈ വണ്ടിക്കകത്ത്. പിന്നെ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് സാധനങ്ങളൊക്കെ ഇടാനുള്ള ഓപ്ഷൻ. പിന്നെ അതുതന്നെ ഹസാർഡ്, ഇൻഡിക്കേറ്റർ, ഹോണൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ എൻജിൻ കില്ല്, സെൽഫ്, പിന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഈ രണ്ട് ബട്ടൺസും കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ഈ മോഡ്സ് സംഭവങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ മോഡ്സിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ റോഡിലാണ് കിടക്കുന്നത്. ഇങ്ങനെ 3 മോഡ് വരുന്നുണ്ട്. അതായത് റോഡ് വരുന്നുണ്ട്, റെയിൻ വരുന്നുണ്ട്, സ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിലാണ് ഞെക്കുന്നത്. അതിപ്പോൾ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സ്പോർട്ടായി. പിന്നെ നമ്മൾ വീണ്ടും താഴത്തോട്ട് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ റോഡായി. പിന്നെ ഒന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ റെയിനായി. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് മോഡ്സ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഒരു സെലക്ട് നമ്മളിപ്പോൾ ഒരു 5 സെക്കൻഡ്സ് ഞെക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിയുള്ള സെറ്റപ്പുകളിലോട്ടൊക്കെ പോകാൻ പറ്റും. നമുക്ക് ഇതേ ബട്ടൺസ് വെച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് സെലക്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റൈഡർ സ്പെസിഫിക് ആയിട്ടുള്ള മോഡ്സ് കാര്യങ്ങളൊക്കെ
ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് ലാമ്പ്, അതായത് ഈ ഷിഫ്റ്റ് ലാമ്പ് നമുക്ക് എത്ര RPM വരുന്നതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കിക്ക് ഷിഫ്റ്റർ ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ കവാസാക്കി എൻജിൻ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതൊക്കെ ഇത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ഇതാണ് റൈഡ് മോഡ്. ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കുന്നത്. ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റൈഡർ സ്പെസിഫിക് ആയിട്ടുള്ള മോഡ്സും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നോർമലായിട്ട് വരുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ ഈ ട്രിപ്പ് B അതിപ്പോൾ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സംഭവം കണ്ട, ഈ ലീൻ ആംഗിൾ എന്ന് പറഞ്ഞ സംഭവം, ഈ സംഭവം നമ്മളിപ്പോൾ കണ്ടില്ലേ കൂടിക്കൂടി തന്നെ കണ്ട. നമ്മൾ വണ്ടി എത്ര ചരിക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്കിതിനകത്ത് ആ ഒരു സംഭവം നമുക്കിതിനകത്ത് കാണാൻ പറ്റും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ നേരത്തെ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എത്ര ഇനായെന്നുള്ളതിൻ്റെ ഇതിനകത്ത് സെറ്റായി കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ ഓടിക്കലും അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതായത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. പിന്നെ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ നമ്മൾ താഴത്തോട്ടാക്കി കഴിഞ്ഞാൽ ടോട്ടൽ ടൈം എന്തോരം ഓടിച്ചെന്നുള്ളൊരു സംഭവം, പിന്നെ ബാറ്ററിയുടെ ഇത് സംഭവം, പിന്നെ ഡൈനാമിക് റേഞ്ച്, പിന്നെ ഒരു ആവറേജ് കിലോമീറ്റർ കാണിക്കുന്നത്. ഇത്രയും മൈലേജൊക്കെ വണ്ടി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പിന്നെ ഫ്യൂവൽ എന്തോരം കൺസപ്ഷൻ, അതായത് ട്രിപ്പ് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കിലോമീറ്റർ ഓടാനായിട്ട് എത്ര ഫ്യൂവൽ കൺസപ്ഷൻ ആയി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഹീറ്റ് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ടൈമുണ്ട്. പിന്നെ ഇത് ഈ RPM മീറ്ററിൻ്റെ സംഭവം കണ്ട 14,000 RPM വരെയും ഇത് റിവ്യൂ. എനിക്ക് പഴയ വണ്ടിയുടെ മീറ്റർ കൺസോളാണ് ഇഷ്ടം. മറ്റേ ലൈറ്റ് ഇങ്ങനെയൊക്കെ കത്തി വിടാൻ വരാൻ വന്നത് അത് പൊളിയായിരുന്നു. പിന്നെ വേറൊരു സാധനമുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ എന്തോരം പ്രഷർ വരുന്നുണ്ടെന്ന് കണ്ട. നമ്മുടെ ഈ F1 ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും അതിനകത്ത് എന്തോരം ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ട്, അങ്ങനെ ഇത് കാണിക്കാറുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട് കണ്ട, ത്രോട്ടിൽ. ഇപ്പോൾ ത്രോട്ടിൽ ഇരിക്കണനുസരിച്ച് എന്തോരം ത്രോട്ടിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു സംഭവം കൂടി അത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നൈസാണ്. അതൊക്കെ ഇങ്ങനെ കണ്ടു ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളെന്തോരം ത്രോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മുടെ നോർമൽ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ കണ്ടില്ലേ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മോഡൽ വണ്ടികളിൽ ഫസ്റ്റ് ടൈം ആണെന്നാണ് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. ഞാൻ വേറെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. സോ അങ്ങനെയാണ് ഈ മീറ്റർ കൺസോൾ സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് ഹാൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓലിൻസിൻ്റെ സ്റ്റിയറിംഗ് ഡാമ്പർ ഇൻബിൽഡായിട്ട് ഈ വണ്ടിക്ക് അത് വരുന്നുണ്ട്. നമുക്ക് ആ ടാങ്ക് സ്ലാപ്പർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്സിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രംബോയുടെ മാസ്റ്റർ സിലിണ്ടറാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രംബോയുടെ M50 കാലിപ്പേഴ്സാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ക്ലച്ച് ലിവർ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റബിൾ അല്ല. ക്ലച്ച് അത്യാവശ്യം നല്ല ടൈറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ 1000cc വണ്ടികളുടെയും ക്ലച്ച് ഇത്തിരി ഹാർഡായിരിക്കും. പക്ഷേ നമ്മുടെ ഹോണ്ടയുടെ ഇച്ചിരി ലൈറ്റാണ്. സോ അതായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഇത്തിരി ലൈറ്റ് ക്ലച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. പിന്നെ കണ്ടില്ല ബാക്കിൽ ഫുഡ് സ്റ്റെപ്പ് വരുന്നില്ല. പിന്നെ സ്വിംഗ് ആമിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെൽഡിങ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഷാസിയുടെ ഭാഗത്ത് നമുക്ക് ഈ വെൽഡിങ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അലൂമിനിയം ഷാസിയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ടാണ്. നമ്മുടെ ഹോണ്ടയുടെ ഒക്കെ സിമിലറിറ്റി ഉള്ളൊരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇതിന് സ്റ്റോക്ക് വരുന്നത്. ഈ സാധനം പൂരി മാറ്റി ഒരു ടെയിൽ ടൈഡ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ മാരക ലുക്കായിരിക്കും. പിന്നെ ബാക്ക് ടയർ സെക്ഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 190 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. ബ്ലാക്സിൻ്റെ റേസിംഗ് സ്ട്രീറ്റ് RS11 എന്ന് പറഞ്ഞ മോഡലാണ് ടയേഴ്സ് വരുന്നത്. ഫ്രണ്ടിൽ 120 സെക്ഷനാണ് വരുന്നത്. പിന്നെ ബാക്കിലായിട്ട് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 mm റോട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ നിസിൻ്റെ കാലിപ്പർ, അതായത് നിസിൻ്റെ സിംഗിൾ പിസ്റ്റൻ കാലിപ്പറാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ ബ്രെംബോ ആണ് വരുന്നത്. സോ അതൊക്കെയാണ് ബ്രേക്സിൻ്റെ സംഭവങ്ങൾ വരുന്നത്. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണ്. അതും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഷോയാണ് വരുന്നത്. സോ അത്രയ്ക്കാണ് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഭയങ്കര മാസീവ് വണ്ടിയാണ്. 207 കിലോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. പിന്നെ ഈ കളറ് ഒരു രക്ഷയില്ല. എല്ലാവരും നോക്കും. അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ കളർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കും. കാരണം അത്രക്ക് റോഡ് പ്രസൻസ് ആണ് ഈ വണ്ടിക്ക്. വണ്ടി ഭയങ്കര സൈസാണ്. ഭയങ്കര സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസാണ് വണ്ടി. അപ്പോൾ ഈ ഒരു ആംഗിൾ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല, ഭയങ്കര സൈസാണ് വണ്ടി. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നോക്കും വേണ്ടി. അത് ഇതിനൊരു ഹൈലൈറ്റാണ്. പിന്നെ പെട്ടെന്ന് സ്കെച്ച് വീഴാനും അത് തന്നെ മതി. സോ അപ്പോൾ
ഇതൊക്കെയാണ് ഇതിൻ്റെ ലുക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഞാനിത് എക്സോസ്റ്റ് നോട്ടും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ ഓടിച്ചു കൊണ്ട് വെച്ചാണ്, അതുകൊണ്ട് ആ കോൾഡ് സ്റ്റാർട്ടിൻ്റെ ആ ഒരു സംഭവം കിട്ടത്തില്ല. ഭയങ്കര സ്വീറ്റായിട്ടുള്ള നോയ്സാണ്. എക്സോസ്റ്റർ സെറ്റ് ചെയ്യണം. അപ്പോൾ എൻജിൻ സൗണ്ട് കണ്ടില്ല, ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു എൻജിൻ നോയ്സാണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു നോയ്സാണ്. എൻജിൻ നല്ല സ്മൂത്താണ്. സോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് പറയാം. അതായത് ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വണ്ടി നമുക്ക് ഓടിച്ചിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലീൻ ചെയ്ത് കിടക്കണം. ഓഫ്കോഴ്സ് സ്പോർട്സ് വണ്ടിയാണല്ലോ. പക്ഷേ നമുക്ക് ഈ സീറ്റിന് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ അപ്സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ബാക്കിലോട്ട് കയറി ഇങ്ങനെ ഇരുന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അടിപൊളിയായിട്ട് ടക്കിൻ ചെയ്ത് നമുക്ക് ടക്കിൻ ചെയ്തിരിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഇതിങ്ങനെ വന്ന് വെച്ച് സെറ്റായിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഫുഡ് പെക്സ് ഒക്കെ കുറച്ച് ബാക്കിലോട്ട് കയറിയിട്ടാണ്. അപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു പൊസിഷനാണ്. പക്ഷെ എനിക്കിപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്കിത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം എനിക്ക് ആക്ച്വലി നല്ല കംഫർട്ടബിളാണ്. അതായത് ഇതുപോലത്തെ നല്ല റോഡിൽ ഓടിക്കാൻ കേട്ടോ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ഈ സിറ്റിക്കകത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കേസ് ഇതിൻ്റെ ക്ലച്ച് ഇത്തിരി ടൈറ്റാണ്. അത്യാവശ്യം നല്ല ടൈറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ ലിറ്റർ ക്ലാസ് വണ്ടികളുടെയും ക്ലച്ച് ഇത്തിരി ടൈറ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റോഡ്സിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് അപ്പും ഡൗണും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലച്ച് പിടിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഈ സാധനം താങ്ങി ഓടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈയൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിർത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇപ്പോൾ നേരത്തെ നമ്മൾ ഫയർ ബ്ലേഡൊക്കെ കൊണ്ടുവന്നിരുന്നപ്പോൾ അതിന് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹോണ്ടയുടെ ക്ലച്ച് ഭയങ്കര ലൈറ്റാണല്ലോ, കമ്പാരിറ്റീവ്ലി ഭയങ്കര ലൈറ്റാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ആ വണ്ടി എനിക്ക് സിറ്റിക്കകത്ത് ഓടിക്കാനൊന്നും വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വണ്ടി സിറ്റിക്കകത്ത് ഓടിക്കാനായിട്ട് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ വണ്ടി ഹീറ്റിംഗ് ഉണ്ട് സിറ്റിയിൽ ഓടിക്കുമ്പോൾ കേട്ടോ. പക്ഷേ നമ്മൾ അല്ലാണ്ട് ഓടിക്കുമ്പോൾ ക്ഷീണമൊന്നുമില്ല, ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി. പിന്നെ 207 കിലോ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഓടിക്കാൻ നേരത്തെ അതൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം വണ്ടി ഭയങ്കര അത്യാവശ്യം നല്ല നിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാ ക്ലച്ച് പിടിക്കണ്ട, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇത്ര ടൈറ്റ് ആയിട്ടുള്ള ക്ലച്ചിന് ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സ്റ്റിഫാണ്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റബിൾ ആണ്. കംപ്രഷൻ റീബൗണ്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമ്മുടെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ, അതായത് കേരളത്തിലായതുകൊണ്ട് ഇവിടുത്തെ റോഡ് കണ്ടീഷൻ നമുക്കറിയാലോ. എല്ലാ റോഡും ഒരേപോലെ ഇരിക്കത്തില്ല. ഇവൻ നമ്മൾ ഹൈവേ പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സ്റ്റാൻഡേർഡ് സെറ്റപ്പിൽ ഇപ്പോൾ നമ്മൾ ഈ ഹൈവേ കാര്യങ്ങളൊക്കെ പിടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടാണ് വണ്ടി. പക്ഷെ അതല്ല, ചെറിയൊരു പാച്ചസ് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു ഗട്ടർ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗട്ടറും നമുക്കിങ്ങനെ എണ്ണി എടുക്കാം, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് എപ്പോഴും ഈ സസ്പെൻഷൻ നമുക്ക് നമ്മുടെ അളവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം മാനുവലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ ബ്രെംബോൻ്റെ ബ്രേക്സ് ആണ് വരുന്നത്. കിഡിലും ബ്രേക്സ് ആണ്. വണ്ടി പിടിച്ചോട്ടാണ്. നമുക്ക് നല്ലൊരു കൺട്രോളും നല്ലൊരു ഫീഡ്ബാക്കും നമുക്ക് ബ്രേക്സ് തരുന്നുണ്ട്. പിന്നെ ബാക്ക് ബ്രേക്സ് എന്താ പറയുക, മറ്റേ തൊട്ട നിൽക്കുന്ന പോലത്തെ ഒരു ബ്രേക്സ് അല്ല, നല്ല
പ്രോഗ്രസീവായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു ബ്രേക്സാണ്. കുഴപ്പമില്ല, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഒരിക്കലും എന്തായാലും ബാക്കിൽ കിട്ടത്തില്ല. അതിപ്പോൾ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന് ടയേഴ്സിൻ്റെ കാര്യം, ടയേഴ്സ് കലക്കൻ ടയേഴ്സാണ്, ബാറ്റ്ലാക്സിൻ്റെ ടയേഴ്സാണ്. കിട്ടുന്ന സാധനമാണ്, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, നല്ല റോഡ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് റോഡ്സ്, ഇപ്പോൾ ഇതിത്തിരി അത്യാവശ്യം പാച്ചുള്ള റോഡ്സാണ്. ഇപ്പം നമ്മൾ ഹൈവേ കയറി കഴിഞ്ഞാലും നല്ല ഫീഡ്ബാക്ക് ഈ ടയർ തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മിറേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മിറേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിറേഴ്സാണ്. നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്, റിയർ വ്യൂ നല്ല പോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വൈസർ വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ കാറ്റടിക്കുന്ന ഫീല് വളരെ കുറവാണ്. ഇത് സ്റ്റോക്ക് വൈസർ അല്ല. ഈ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വൈസർ മാറ്റണം. പിന്നെ എനിക്കിൻ്റെ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇപ്പോൾ നമുക്കിപ്പോൾ 60 ഗിയർ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സ്ലോ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും അങ്ങനെ ഗിയർ മാറേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് വളരെ സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് 3 മോഡ് വരുന്നുണ്ട്: സ്പോർട്ട്, റെയിന്, റോഡ്. ഇത് 3 മോഡ് നമ്മൾ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഫീൽ ചെയ്യില്ല നോർമലി ഓടിക്കുമ്പോൾ. അപ്പോൾ ഇത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 7000 RPM എങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 മോഡിലുള്ള വ്യത്യാസം നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻസിൽ അത് എന്തായാലും നടപടിയാവണ കേസല്ല. കാരണം ഈ വണ്ടി 7000 RPM എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു സ്പീഡ് കയറിയിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 150+ വളരെ ഈസി ആയിട്ടാണ് ഈ വണ്ടി കയറി പോണത് കേട്ടോ, ഫസ്റ്റ് ഗിയറിൽ. അപ്പോൾ ഒരു 7000 RPMലെത്തി നമുക്ക് ഈ മോഡുകൾ മാറ്റി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടപടിയാവണ കേസല്ല. നമുക്ക് വല്ല ട്രാക്കിലൊക്കെ പോയി പഴപ്പിക്കാനായിട്ട് അടിപൊളിയാണ് ഈ വണ്ടി. നല്ല ഹാൻഡ്ലിംഗ് ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫീൽ ചെയ്യും. കാരണം 207 കിലോ ഉണ്ടല്ലോ വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. പിന്നെ റൈഡ് ബൈ വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ത്രോട്ടിൽ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ റെസ്പോൺസ് നമുക്ക് ഭയങ്കര സഡനായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, 5th 6th ഇട്ടിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് നടക്കാം. അതൊക്കെ ഡിപ്പെൻസ് ഓൺ അവർ മൈൻഡ്. പക്ഷേ ഡെയിലി യൂസൊക്കെ ഭയങ്കര ടാസ്ക് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ സിറ്റിക്കകത്തിട്ട് ഓടിക്കാനുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹിൽ സൈഡൊക്കെ നമുക്ക് ഇട്ട് നമ്മുടെ മൂന്നാറൊക്കെ പോയ ഗ്യാപ്പ് റോഡിലൊക്കെ ഇട്ട് ഓടിക്കാനും അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ ഇട്ട് പറന്ന് കളിക്കാനൊക്കെ ഈ വണ്ടി അടിപൊളിയാണ്. സിറ്റിക്കകത്ത് ഓടിക്കാനും ഇതുപോലുള്ള ബമ്പിയായിട്ടുള്ള റോഡ്സിൽ ഓടിക്കാനും ആണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഗട്ടറൊക്കെ നമുക്ക് നല്ലപോലെ അറിയാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം അതൊരു ഇതാണ്. പിന്നെ 1000cc വണ്ടിയല്ലേ, അതിൻ്റേതായ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതുപോലുള്ള ട്രാഫിക്കുകളിലൊക്കെ ഓടിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈവേയിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ പോയെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല കൂളായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ സിക്സാക്ക് ചെയ്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ കുത്തി തിരിച്ച് പോണ പരിപാടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി നമുക്കിങ്ങനെ കുത്തി തിരിക്കാനും ഒക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വെയിറ്റ് നല്ലപോലെ ഫീൽ ചെയ്യും. പിന്നെ ടേണിങ് റേഡിയസ് ഇച്ചിരി കുറവാണ്. പക്ഷേ ഇങ്ങനെ ഉള്ള ട്രാഫിക്കിൻ്റെ ഇടയിലേക്കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ആയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഒരു ഫീഡ്ബാക്ക് വണ്ടി തരുന്നുണ്ട്. കാരണം ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഫീഡ്ബാക്ക്, അതായത് നമ്മളിപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല വണ്ടി എവിടെ എത്തണം അല്ലെങ്കിൽ വണ്ടി എവിടെ നിൽക്കണം എന്നുള്ളത്. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണ പോലെ തന്നെ ഈ വണ്ടി നമുക്കത് ആ ഒരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു എന്താ പറയുക, കൺട്രോൾ നമുക്ക് നല്ല കിട്ടും. ഇപ്പോൾ ഒരു 60 ഗിയറിലാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് പുള്ളി ചെയ്താൽ പോലും വണ്ടി അവിടെ നിന്ന് നേരെ 200+ അടിച്ച് കയറും. സോ ആ ഒരു ടോർക്ക് ഉണ്ട്. പക്ഷേ ഈ 3 മോഡുകളിലുള്ള വ്യത്യാസം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 7000 RPM കഴിയണം. സോ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ നോർമൽ വണ്ടികൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണ പോലെ തന്നെ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. വളരെ സിമ്പിളാണ്.
പിന്നെ നമുക്കിത് ഇവിടെ ഈ മീറ്ററിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നേരത്തെ ആ മീറ്ററിന്റെ സംഭവങ്ങൾ കാണിച്ചില്ലായിരുന്നോ? ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ സംഭവം വരുന്നത് അതൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി കാണാൻ പറ്റൂല. അത് കണ്ട ഒരു പച്ച കളർ കയറി തന്നെ കണ്ട. അത് ഒരു നൈസ് സംഭവം ഉണ്ടോ, കാണാൻ രസമാണ്. നമുക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടും നമ്മൾ എന്തോരം ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടിക്കായിട്ട് ലോഞ്ച് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാക്കിലൊക്കെ പോയി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണത്. കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഒരു അക്രമം നോക്കാണ് പോണത്. ആ ഒരു ഫീഡ്ബാക്ക് ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അത് അടിപൊളി കേട്ടോ. അപ്പൊ അത് ക്ലച്ച് പിടിക്കാൻ തന്നെ നമുക്ക് 5th 4th 3rd 2nd കണ്ടാ എങ്ങോട്ടാ കേട്ടാ. അപ്പ് ഷിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും 3rd 4th 5th 6th കണ്ടാ. ഇത് നമ്മൾ ആ ഫുൾ ത്രോട്ട് കൊടുത്ത് ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതിപ്പോൾ കാണിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഈ റോഡിൽ കാണിച്ചു തരാനുള്ള റോഡില്ല, കാരണം അമ്മാതിരി ട്രാഫിക്കാണ്. ശരിക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, വളരെ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ ഫയർ ബ്ലേഡ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആ ക്വിക്ക് ഷിഫ്റ്റർ നമ്മളിപ്പോൾ ഓരോ ഗിയർ മാറുന്നതൊക്കെ നമുക്ക് വളരെ ഇതായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഫയർ ബ്ലേഡ് വെച്ച് നോക്കുമ്പോൾ ഫയർ ബ്ലേഡിനകത്ത് നമ്മുടെ അറിയത്ത് പോലുമില്ല, കുറച്ചും കൂടി ബട്ടർ സ്മൂത്താണ് ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഈ വണ്ടിക്ക് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. കാരണം ഏകദേശം ഒരു 13-14 റേഞ്ചിലൊക്കെ എനിക്കിപ്പോൾ ഇത്രയും കൊണ്ടുനടന്നിട്ട് മൈലേജ് കിട്ടുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ മുകളിൽ ഞാനിപ്പോൾ ഈ വണ്ടി കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 13-14ഒക്കെയാണ് എനിക്ക് ആവറേജ് കിട്ടുന്ന മൈലേജ് എന്ന് പറയണത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രാഫിക്കാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. നമുക്ക് ഇച്ചിരി പണിയാണെന്നുള്ളത് അത്യാവശ്യം ടാസ്ക്കാണ്. കാരണം ഈ ക്ലച്ച് നമ്മളിങ്ങനെ താങ്ങി പിടിച്ച് നടക്കുമ്പോൾ കണ്ടില്ലേ ഭയങ്കര ടൈറ്റാണ്. പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓപ്പൺ റോഡാണ്. That's it. അയ്യോ എടാ, ഇങ്ങനത്തെ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടി വെറുതെ അക്രമമാണ്. കാരണം ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടാർ ചെയ്തേക്കുന്ന റോഡാണ്. നല്ല രസമാണ് ഓടിക്കാനായിട്ട് വണ്ടി. ഭയങ്കര ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത് ഈ റോഡിൽ ഓടിക്കുമ്പോൾ. ആ ടയർ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു ഫീലും ഉണ്ട്. പിന്നെ നമുക്ക് ആ വണ്ടി നല്ല ഫണ്ണായിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. വണ്ടി റിസർവായി കണ്ടാ, വണ്ടി റിസർവായി. നമുക്ക് ഫ്യൂൽ ഗേജ് കാര്യങ്ങളൊന്നും ഇല്ല. റിസർവ് ആകുമ്പോൾ ഇവിടെ ഇത് കാണിക്കും റിസർവ് ആയത്. സോ നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പെട്രോൾ അടിച്ചപ്പോൾ തന്നെ ആ റിസർവിൻ്റെ സംഭവം പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫ്യൂൽ ഗേജ് ഇല്ല. തീരുമ്പോഴേ അറിയുള്ളൂ എന്തോരുണ്ടെന്നുള്ളത്. എൻ്റെ മോനെ, ഇപ്പം നമ്മൾ 6th ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഞാൻ സ്ലോ ചെയ്ത് നമ്മളിപ്പോൾ അതൊരു 50 താഴെ കൊണ്ടുവന്നു. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാലും വണ്ടി ഒരു നോക്കിങ്ങും ഇല്ലാണ്ട് ഈ പോക്ക് നേരെ ഒരു 200 വരെ, 200-ന് മുകളിൽ, അതായത് 299 ടോപ്പ് സ്പീഡ് മീറ്ററിൽ കാണിക്കുന്നത്. അതുവരെ ഈ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പൊക്കോളൂ കേട്ടോ. നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല മൂടായി.
ഈ വണ്ടിയൊന്നും ഇടിക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഓടിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കുക, ഈ വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നല്ല ഫണ്ണാണ് വണ്ടി ഓടിക്കാനായിട്ട്. അത് ഏതൊരു ഇൻലൈൻ 4 ആണെന്നുണ്ടെങ്കിലും ഓടിക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കുക. കാരണം ഇതൊക്കെ എപ്പോഴും ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ബൈക്കിനോട് അത്രയ്ക്ക് താല്പര്യമുള്ള എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഈ എപ്പോഴും ഈ ഒരു 1000cc വണ്ടി ഓടിക്കാൻ കിട്ടിയതൊന്നും വരത്തില്ല. നമുക്ക് ഇപ്പോൾ ബൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഈവൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷും സംഭവങ്ങളൊക്കെ ഈ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ അവസാനമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ റോഡ് പ്രസൻസ് ആണ്. ആൾക്കാർ ഒടുക്കാത്ത നോട്ടമാണ്. കാരണം ഈ പച്ച കളറായതുകൊണ്ട് നമുക്കിപ്പോൾ ലോങ്ങിൽ നിന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് വണ്ടി എടുത്ത് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോഡ് പ്രസൻസും മാരകമാണ്, രക്ഷയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ 10R കമ്പയർ ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ ആ ഒരു റോ ഫീൽ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ പുതിയ വന്നേക്കുന്ന എല്ലാ വണ്ടിയും കണക്കാട്ടോ. ഇപ്പോൾ എൻ്റെ 650R ആണെങ്കിലും എഫിൻ്റെ ആ ഒരു റോ ഫീൽ എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മുടെ ഈ ഓരോ എമിഷൻ നോംസ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊന്നും പറഞ്ഞല്ല. അപ്പോൾ അത് കാരണം നമുക്ക് ആ പഴയ 10R ആ ഒരു റോനെസ് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം ആ ഒരു റോ പവർ ഡെലിവറി കാര്യങ്ങൾ ഇത് ഭയങ്കര സ്മൂത്താണ്. പവറുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. പച്ച കളറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ പച്ച കളർ ഉണ്ട്. ആൾക്കാരൊക്കെ നോക്കണണ്ട, വണ്ടി കൂടെ പോകുന്നവരൊക്കെ നോക്കണണ്ട. ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ ഈ പച്ച ഇങ്ങനെ എടുത്ത് കാണിക്കണം, തെറിച്ച് നിൽക്കണേണ് ഈ പച്ച. ഇപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പം നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, ഈ വണ്ടിയിൽ പോകണം മിക്കവരും, അതായത് ഈ വണ്ടി ഓടിക്കണവരൊക്കെ മിക്കവരും ഈ വണ്ടിയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ആ ഒരു സ്വിഫ്റ്റ് പോയണ്ടില്ലേ, നല്ല സിഗ്നൽ ആവാൻ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഹോൺ അടിക്കാനായിട്ട്. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് നിലവുമാരൊന്നും. ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചെറിയ നല്ല രീതിയിലുള്ള ജെർക്കിങ് നല്ല പോലെ എനിക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ എയർപോർട്ട് റോഡിൽ ഓടിച്ചപ്പോൾ ഭയങ്കര സ്മൂത്തായിരുന്നു. ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതുണ്ടല്ലേ, ഇതൊക്കെ നല്ല പോലെ അറിയാനുണ്ട്. ഓരോ നട്ടറും നല്ല പോലെ അറിയാനുണ്ട്. സോ അപ്പോൾ ഈ വണ്ടിനെ പറ്റി അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി കിട്ടുന്നത് വരെ ടിൽ ദെൻ സീ യു നെക്സ്റ്റ് ടൈം.